തെരഞ്ഞെടുപ്പിന്റെ ഈ അലയൊളികൾ നടക്കുന്നതിനിടയിൽ ചില കൊഴിഞ്ഞുപോക്കുകൾ നടന്നു. ഇപ്പം ഐഷ പോറ്റിയെ പോലെ അല്ലെ ജി സുധാകരനെ പോലെയൊക്കെ ഉള്ളവർ കൂറുമാറി UDF-ലോട്ട് ചേർന്നിരുന്നു. അപ്പം അന്ന് ഈ പറയുന്നത് അത് വലിയ വാർത്തയുമായിരുന്നു. ജി സുധാകരനൊക്കെ കുറേ നാൾ, എനിക്കൊന്നൊരു ആഴ്ചകളോളം മാധ്യമത്തിൽ ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന സമയമാണ്. ഐഷ പോറ്റിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പലരും മാറി UDF-ന്റെ കൂടെ ചേർന്നു. ഈ ഒരു മാറ്റം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സമയത്ത് UDF-ന് ഗുണം ചെയ്യുമോ? അല്ലെങ്കിൽ ഇവരെയൊക്കെ മത്സരിപ്പിച്ചല്ലോ, ഇവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി, അപ്പൊ ആ സീറ്റ് ഉറപ്പാക്കാൻ പറ്റുമോ UDF-ന്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒന്നാമത്തെ കാര്യം പ്രാദേശിക, ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരിക്കലും അടിസ്ഥാനപരമായി UDF-കാരല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാരല്ല. അതാണ് ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിപ്പം പറഞ്ഞ ഒന്ന് ഐഷ പോറ്റി പറയാം, ഒന്ന് ജി സുധാകരനെ പറയാം, പിന്നൊന്ന് വി കുഞ്ഞികൃഷ്ണനെ പറയാം, മറ്റൊന്ന് TK ഗോവിന്ദൻ മാസ്റ്ററെ പറയാം, പിന്നെ വേറൊരാൾ PK ശശി. ഇങ്ങനെ ഇത്രയും പേരെ നമുക്ക് പറയാം. ഇവരെല്ലാവരും നോക്കിയോളൂ, ഇവരെല്ലാം അടിസ്ഥാനപരമായി ഇവർ കോൺഗ്രസ്സുകാരേ അല്ല, അല്ലെങ്കിൽ UDF-കാരേ അല്ല. അപ്പം ഒരു UDF-കാരനല്ലാത്ത ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വങ്ങൾ, ദേശീയ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണെങ്കിൽ തന്നെയും അവിടെ മത്സരിക്കാനായി കൊണ്ട് നിർത്തുമ്പോൾ ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് പ്രാദേശികമായി കോപ്പ് കൂട്ടിക്കൊണ്ട് പ്രാദേശികമായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നേതാവിൻ്റെ യോഗ്യതയുള്ള ഒരാളുടെ. കാരണം ഇപ്പം ഏതൊരു മണ്ഡലത്തിലാണെങ്കിലും, ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിൽ തന്നെ നേരത്തെ ബാലഗോപാലിനെതിരായിട്ട് രശ്മിയാണ് മത്സരിച്ചത്. അപ്പം പുള്ളിക്കാരി പിന്നെ ഇത്തവണയും ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ നിൽക്കുക. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ബാലഗോപാൽ MLA മാത്രമായിരുന്നു. അതിനുശേഷം ഇത്തവണ മത്സരിക്കുമ്പോൾ മന്ത്രിക്കെതിരായിട്ടുള്ള മത്സരമാണ്. ആ പറയുന്ന രശ്മിയുടെ പ്രൊഫൈലിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കും. ഇപ്പം കേരളത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണെന്ന് വെച്ചു, കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വേറൊരു സാധാരണക്കാരൻ BJP അല്ലെങ്കിൽ ഒരു CPM-കാരൻ അവിടെ മത്സരിക്കാൻ തയ്യാറാവും. തോൽക്കും, 100% ഉറപ്പാണ് തോൽക്കും, എന്നാലും മത്സരിക്കും. കാര്യം എന്താ, അവിടെ നാളെ ആ മണ്ഡലത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു മണ്ഡലത്തിൻ്റെ ഇപ്പം അത് ചരിത്രം എഴുതുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചപ്പോൾ ആ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഇന്നയാളായിരുന്നു എന്ന് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അപ്പം അയാളുടെ പ്രൊഫൈൽ ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭഗവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, നമ്മുടെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ആ വാളയാർ പെൺകുട്ടികളുടെ അമ്മ അവരെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ടാണ് ഇവിടുത്തെ UDF കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത്. എന്നിട്ട് അവരെ പിന്തുണച്ചു. എവിടെ, പിന്നെ നമ്മുടെ ധർമ്മടത്ത് അവരെ മത്സരിപ്പിച്ചു. അപ്പം പിന്നെ അവരുടെ CBI അവരുടെ അമ്മയുടെ കയ്യിരിപ്പുകൊണ്ടാണ് ആ കുട്ടികൾ കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു CBI അന്വേഷണത്തിൽ. അവർ തന്നെയാണ് CBI അന്വേഷണത്തിന് കൊണ്ടുവന്നത്. അപ്പോൾ ഏറ്റവും അവരുടെ പ്രൊഫൈലിൽ എന്തിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങി ധർമ്മടത്ത്, പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയ ധീര വനിത. അത് ധർമ്മടത്തിൻ്റെ ഇത് എഴുതുമ്പോൾ, ചരിത്രം എഴുതുമ്പോൾ അതിനകത്തുണ്ടെന്നേ, ധർമ്മടം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ. ഇതാണ് വ്യത്യാസം. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട്. ഇപ്പം ഞാൻ ഈ രശ്മിയുടെ കാര്യം തന്നെ പറഞ്ഞു. രശ്മി ചിന്തിക്കുന്ന എന്താ, മന്ത്രിയായിരുന്ന KN ബാലഗോപാലിനെതിരെ മത്സരിച്ചു. ഇതാണ് അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. അപ്പം ഇത് പിന്നെ അവിടെ ഇല്ലാതായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, രശ്മി പാർട്ടി വിട്ടിട്ട് BJP-യിൽ ജോയിൻ ചെയ്തു. ഇതാണ് സ്വാഭാവികമായി സംഭവിച്ചത്. എന്നാൽ ഇവരെയൊക്കെ പാർട്ടി കൂടെ ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ പറഞ്ഞു വന്നതാണ്. അതായത് പ്രാദേശിക നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി നേരത്തെ അവർ വെക്കും. ഇപ്പം നമ്മൾ നോക്കിയോ, അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ M. ലിജു അവിടെ ഏറെക്കാലം കാര്യമായി അവിടെ ഇത്തവണ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തിയിരുന്നു. M. ലിജു അവിടെ ശക്തമായ രീതിയിൽ, അവിടെ ജനങ്ങൾക്ക് M. ലിജു എന്ന് പറഞ്ഞാൽ അറിയും. ഇത്തവണ ഒരുപക്ഷെ M. ലിജു അവിടെ നിന്നിരുന്നെങ്കിൽ നല്ല മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ, ജി സുധാകരൻ ഇന്നോ ഇന്നലെയായിട്ട് തുടങ്ങിയതല്ല, ഇതിനു മുൻപ് തന്നെ ജി സുധാകരൻ, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാ, ഈ പറയുന്ന KC വേണുഗോപാലുമായിട്ട് തുടരെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ അനന്തര ഫലം എന്നുള്ള നിലയിലാണ് ജി സുധാകരൻ മാറിയത്. അപ്പം ആ ജി സുധാകരൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പുള്ളി അതുകൊണ്ട് എന്താ ഒരു മുന്നൊരുക്കം നടത്തി. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ നിന്നിട്ടില്ല. പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും ജി സുധാകരൻ സ്വമേധയെ ഒഴിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ CPM-ഉമായിട്ട് വലിയൊരു അകലം പാലിച്ചുകൊണ്ട് നിന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. എന്നിട്ട് അങ്ങനെയുള്ള ജി സുധാകരൻ പിന്നീട് UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനകീയ സ്വതന്ത്രം എന്നുള്ള പേരിൽ അദ്ദേഹം രംഗത്തേക്ക് വരുന്നു. ഇത് ആക്ച്വലി ആർക്കാ പണി കിട്ടിയത്?
എം ലിജു എന്ന് പറയുന്ന ഒരു നേതാവിനാണെന്നേ പണി കിട്ടിയത്. എം ലിജുവിന് അതുകൊണ്ട് ഒരു മുന്നൊരുക്കവും ഇല്ലാതിരുന്ന കായംകുളം മണ്ഡലത്തിലേക്ക് തിരികെ വരേണ്ടി വന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ പലയിടങ്ങളിൽ ഇപ്പം ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ടി കെ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനാണ് അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്? വിമതനായിട്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അതായത് പിന്നെ ശ്യാമള ടീച്ചർ മത്സരിക്കുന്നതിൽ മനം നൊന്തിട്ട്, ശ്യാമള ടീച്ചർ അവിടെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നതിൽ മനം നൊന്നിട്ട് പാർട്ടി വിട്ടിട്ട് UDFന്റെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുന്നു. അവിടുത്തെ ഒരു കാര്യം ഇപ്പൊ പിന്നെ വി കുഞ്ഞികൃഷ്ണന് വീണ്ടും അറിയാം, അടുത്ത ടി എ മധുസൂദനൻ തന്നെ ആയിരിക്കും തളിപ്പറം അവിടെ നിന്നിട്ട് സ്ഥാനാർത്ഥിയാവുക പയ്യന്നൂരിൽ. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ആരോപണം ഉന്നയിച്ചു. പാർട്ടി പണ്ടേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതാണ്. അന്വേഷണം നടത്തി അതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടിയും പാർട്ടി എടുത്തതാണ്. എന്നിട്ട് വീണ്ടും ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രംഗത്തേക്ക് ഇറങ്ങുന്ന സമീപനം, ഇതെങ്ങനെയാ ശരിയാവുക? അപ്പം ഇവരൊക്കെ മത്സരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ മത്സരിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തി നിൽക്കുന്ന അവിടുത്തെ പ്രാദേശികരായ നേതാക്കന്മാർക്ക് കിട്ടുന്ന തിരിച്ചടിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ UDF എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ തങ്ങളുടെ ശത്രുസ്ഥാനത്തേക്ക് നിൽക്കുകയും അതുവരെ തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്ത ഈ നേതാക്കന്മാരെ അംഗീകരിക്കാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരോ തയ്യാറാകുമോ? ഇല്ല. അവരതിനെ മുക്തകണ്ഠം എതിർക്കും, ശക്തമായി എതിർക്കും. അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെയും അവർ പ്രതിഷേധിക്കുന്ന വോട്ടിലൂടെ പ്രതിഷേധിക്കും. അവർ വോട്ട് മറിക്കും. ഒന്നുകിൽ BJPക്ക് അത് ഗുണം ചെയ്യുന്ന BJPക്ക് ഗുണം ചെയ്യും. പലയിടങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. BJPയിലേക്ക് നിശബ്ദമായ വോട്ടുകൾ നിരവധി പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഐഷ പോറ്റി ആയിക്കോട്ടെ, ഐഷ പോറ്റി എന്തിനാണ് അവിടെ വന്ന് ചേക്കേറിയത്? ഐഷ പോറ്റി 20 വർഷക്കാലമാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി കൊണ്ടു നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടും പ്രസിഡന്റായിട്ടും 2 തവണ പിന്നെ MLA ആക്കിയും കൊണ്ടു നടന്നു. എന്നിട്ടും പോരാതെ വീണ്ടും അവർക്ക് മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഇത്തവണ UDFന്റെ കൂരയിൽ പോയി ചേക്കേറി. ഇതല്ലേ സംഭവിച്ചത്? അപ്പോൾ അവിടെ ഒരാൾ പോയി. ജി സുധാകരന് പകരം ഇവിടെ നിൽക്കായിരുന്ന എം ലിജുവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എം ലിജു അങ്ങനെയായി. അവിടെ തളിപ്പറമ്പിൽ അവസ്ഥ, രണ്ടുപേരും മത്സരിക്കാൻ നിന്നില്ലേ അവിടെ. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ പയ്യന്നൂരാണെങ്കിൽ തന്നെയും തളിപ്പറമ്പാണെങ്കിൽ തന്നെയും എന്തിനേറെ ഒറ്റപ്പാലത്താണെങ്കിൽ തന്നെയും അവരൊക്കെ എങ്ങനെയാണ് വോട്ട് പിടിക്കുക? ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയങ്ങളായിരുന്നു ശരിക്കും. ഇവരൊക്കെ പതുക്കെ ഈ പറയുന്നവർക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ഇപ്പൊ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ എന്തിനു വെറുതെ കിടന്ന് അമറി പണിയെടുക്കണം? കാരണം ഞാൻ എത്ര പണിയെടുത്തിരുന്നാലും നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് നിർത്തം കൊഴിഞ്ഞു വന്നാൽ അവർക്ക് സീറ്റ് കൊടുക്കും. അവർക്ക് വേണ്ടി പിന്നെ ഞാൻ പ്രവർത്തിക്കണം. അപ്പൊ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി എന്തിനാ കോൺഗ്രസിൽ അംഗത്വം എടുത്ത് നിൽക്കുന്നത്? അപ്പൊ അതേസമയം BJPയിലേക്ക് പോയാൽ നാളെ BJPയിൽ തനിക്ക് അംഗത്വം കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും. അപ്പൊ അതല്ലേ നല്ലത്? ഇപ്പൊ സന്ദീപ് വാര്യർ വന്നപ്പോൾ സന്ദീപ് വാര്യനെ തൃക്കരിപ്പൂർ കൊണ്ടിട്ടു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സന്ദീപ് വാര്യർ പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ടോ? ഇല്ല. BJPക്കാരനെ ഒരാൾ വന്നിട്ട് തൊട്ടടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്തല്ലേ വരുന്നത്. അപ്പൊ ആ ആളിന് സീറ്റ് കൊടുത്തു. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്കാർക്കും കിട്ടുന്നില്ല? ഈ ഒരു ചോദ്യം എല്ലാ ആളുകളുടെയും എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാവും. ഈ ചോദ്യം നാളെ അതൊരു വലിയ ദോഷമായി മാറുന്ന സാഹചര്യത്തിൽ കൂടി പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ വരവ് ഒരിക്കലും UDFന് ഗുണം ചെയ്യില്ല. അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ വിളിച്ചു പറഞ്ഞത്? CS സുജാതയ്ക്കെതിരായി പരാമർശം നടത്തുന്നു, അവിടെ വർഗീയ പരാമർശങ്ങൾ ഇറക്കുന്നു. എന്നിട്ട് പച്ചയ്ക്കൊരു വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് BJP വോട്ടുകൾ 5000-ഓളം BJP വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിളിച്ചു പറയുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിൽ കളർകോട് ക്ഷേത്രത്തിന്റെ പരിസരത്ത് മത്സ്യത്തൊഴിൽ മീൻമണമുള്ള മണ്ണ് കൊണ്ടിറക്കി എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ക്ഷീണം ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെ ആ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെ ഒരുപക്ഷെ നേതൃത്വം കണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞു വെച്ചു എങ്ങനെയാണ് രക്തസാക്ഷി ഫണ്ടിന്റെ വിനിയോഗം. അത് ഇതിന് പറയട്ടെ, ഈ കുഞ്ഞികൃഷ്ണൻ പരാതി ഉന്നയിച്ചല്ലാതെ അവരുടെ ബന്ധുക്കളാരും എന്തുകൊണ്ടാണ് പരസ്യമായി രംഗത്തേക്ക് വരായിരുന്നത്? അറ്റ്ലീസ്റ്റ് അവരെ പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്തുന്നു എന്നെങ്കിലും പറഞ്ഞ ഒരു വാർത്ത ഉണ്ടാവേണ്ടിയിരുന്നില്ലേ? അതുപോലെ ഉണ്ടായില്ലല്ലോ. അപ്പൊ എന്താ, ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ കൃത്യമായി അവർക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവിടെ എത്തി എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതും വിശേഷിച്ച് ഏരിയ കമ്മിറ്റി മാത്രം പിരിച്ച തുകയാണത്, അല്ലാതെ കേരളം ഒട്ടുക്ക് പിരിച്ചെടുത്ത ഒരു വലിയ മാസ് എന്താ പറയുക കളക്ഷനായിട്ട് നടന്ന മൊബിലിറ്റി ആയിട്ട് നടന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കടന്നുവരവ് ദോഷമാണ്. ഇപ്പോൾ ഇത്രയും കാലം ഇപ്പം ഈ പറയുന്ന PK ശശിയെ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൊണ്ട് നടന്ന ആ കോൺഗ്രസ്സുകാർ ഇപ്പം PK ശശി കീജയെ വിളിച്ചുകൊണ്ടിരിക്കുക.
ഇതാണ് അവരുടെ ഒരു ദുര്യോഗം, ഇതൊരു ദുരവസ്ഥ അതാണ്. അവരങ്ങനെ കീജയെ വിളിച്ചോണ്ടിരിക്കുക, പി കെ ശശിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെല്ലുക. ഇപ്പൊ നാട്ടുകാരുടെ വേഷം ചോദിക്കുക, ഇപ്പൊ തീവ്രത പറഞ്ഞൊക്കെ മാറിയോ എന്ന് ചോദിക്കും. ഇപ്പൊ അതിനകത്ത് ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനിയും നാളേക്ക് സംഭവിക്കാൻ പോകുന്നു, ഇനിയും ഇതുപോലെ വന്നു കയറുന്നവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ഉള്ളിലുള്ളവർ പുറത്തേക്ക് പോകാനും മറ്റ് പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നുസൂർ അടക്കമുള്ള ആൾക്കാർ എത്രയോ പേര് പാർട്ടി വിട്ടുപോയി. നുസൂർ പോയി, പിന്നെ ഇവിടുത്തെ എന്താ പറയുക കുട്ടനാട് ഏരിയ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി നാളെ പോകുന്നു. ഇങ്ങനെ എത്രയോ പേര് കൊഴിഞ്ഞു പോയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. അവരൊക്കെ പലരും ചെന്ന് ചേക്കേറുന്ന BJPയുടെ പാളയത്തിലാണ്. അപ്പം BJPക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ണൊരുക്കൽ കൂടിയിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വങ്ങളെ നമ്മൾ കാണേണ്ടതെന്ന് ചുരുക്കം.